നമസ്കാരം. ഈ ധ്യാനം വെറുതെയല്ല. മോദിയുടെ ധ്യാനത്തിനെ എന്തിന് കോൺഗ്രസ് ഭയക്കുന്നു? അവതാര പിറവിക്ക് ശേഷമുള്ള മോദിയുടെ ആദ്യ ധ്യാനത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ തകർന്നടിയുമോ എന്ന ഭയവും ചോദ്യവും ഇന്ത്യ മുന്നണിയെ ഭയന്നു വിറപ്പിക്കുന്നു. പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനത്തിന് എത്തുമെന്നറിഞ്ഞ അന്നു മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചട്ടലംഘനം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ് കോൺഗ്രസ്. അതെന്തിനെന്ന് ചോദിച്ചാൽ ഭയമെന്ന് പറയേണ്ടി വരും. പ്രധാനമന്ത്രി എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ട. പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം തവണയും എത്തുമെന്ന് BJPയുടെ അവസാന ഘട്ടത്തിലും വ്യക്തമാവുകയാണ്. BJPയുടെ തുറുപ്പുചീട്ടായി ഈ ധ്യാനത്തെ പ്രതിപക്ഷം നോക്കിക്കാണുമ്പോൾ ഇത് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. പൊതുതിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് വിരാമമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിനായി പോവുകയാണെന്ന വാർത്ത ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി ചർച്ചയായിട്ടുണ്ട്. BJP RSS അനുകൂല പ്രൊഫൈലുകൾ മോദിയുടെ ധ്യാനം വലിയ പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടമാണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും അത് വിലക്കാനാകില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ധ്യാനം പ്രചാരണമായി കാണാനാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയാണ്. മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് ഇതെന്ന് കോൺഗ്രസ് പ്രതിനിധി സഖ്യത്തെ നയിച്ച അഭിഷേക് മനു സിംഗ്വി പറയുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ വിമാനത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലെ തമിഴ്നാട് സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി. ആദ്യം തൊട്ടടുത്തുള്ള ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം, പിന്നീട് ബോട്ടിൽ വിവേകാനന്ദ പാറയിലെ സ്മാരകത്തിലേക്ക്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്ത് മറ്റന്നാൾ ഉച്ച കഴിഞ്ഞ് വരെ പ്രധാനമന്ത്രി ധ്യാനം തുടരും. പിന്നീട് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തെത്തി ഡൽഹിക്ക് തന്നെ തിരിച്ചു മടങ്ങും. 4000-ഓളം പോലീസുകാരെ ഉൾപ്പെടെയാണ് കന്യാകുമാരി തീരത്തും കടലിലുമായി വിന്യസിച്ചിട്ടുള്ളത്. 2019 BJPയും സഖ്യകക്ഷികളും വൻ വിജയം നേടിയ ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം വലിയ വെല്ലുവിളിയാണ് BJPക്ക് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെയും BJP ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ നേടിയ പശ്ചിമ ബംഗാളിലും BJPയുടെ നില ഇത്തവണയും അതുപോലെ നിലനിർത്തും. 80 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന UPയിലും പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കും. 2019 80-ൽ 64 സീറ്റുകളും നേടിയിരുന്നത് BJP സഖ്യമാണ്. 2019 പൊതു തിരഞ്ഞെടുപ്പ് സമയത്തും സമാന രീതിയിൽ പ്രധാനമന്ത്രി ആത്മീയ ഇടവേള എടുത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേദാർനാഥിലെ ഗുഹയിലായിരുന്നു മോദി ധ്യാനമഗ്നനായി ചിലവഴിച്ചിരുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചിരുന്നത്. ഇത്തവണത്തെ മോദിയുടെ ധ്യാനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. തന്റേത് ഒരു അവതാര പിറവിയാണെന്ന മോദിയുടെ തുറന്നു പറച്ചിലിന് ശേഷം നടക്കുന്ന ധ്യാനമാണ് കന്യാകുമാരിയിൽ നടക്കുന്നത്. മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് മുൻപ് BJP മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും മോദി അത് തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ധ്യാനത്തിന് പ്രസക്തിയും ഏറെയാണ്.